നമുക്ക് പഠിക്കാനുള്ള അടുത്ത ടോപ്പിക്കാണ് ഇൻഫ്ലുവൻസ് ഓഫ് ദ മദർ ടങ്, അല്ലെങ്കിൽ മദർ ടങ് ഇൻ്റർഫറൻസ് എന്ന് പറയും. മദർ ടങ് ഇൻ്റർഫറൻസ്. ഓക്കെ, അപ്പോൾ ഇത് എന്താണ് എന്ന് നമ്മൾ പഠിച്ചു വെക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോ ടോപ്പിക്സ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എന്തെന്ന് പറയുന്നത്, ഈ ഇൻഫ്ലുവൻസ് ഓഫ് ദ മദർ ടങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം, നമ്മൾ മെജോറിറ്റിയും അല്ലേ, we start learning English several years after we have been using our mother tongue. നമ്മൾ നമ്മുടെ മദർ ടങ്, നമ്മുടെ മാതൃഭാഷ യൂസ് ചെയ്ത് കുറേ വർഷങ്ങൾക്കൊക്കെ ശേഷമായിരിക്കും നമ്മൾ എന്ത് പഠിക്കുന്നത്, ഇംഗ്ലീഷ് എന്ന ഭാഷ പഠിക്കാനായിട്ട് തുടങ്ങുന്നത് അല്ലേ. അപ്പം നമുക്കറിയാം എന്തുകൊണ്ടാണ് നമ്മൾ വളരെ ഫ്ലുവൻ്റായിട്ട് നമ്മൾ മലയാളം സംസാരിക്കുന്നു, എന്നാൽ അത്രയും ഫ്ലുവൻസി നമുക്ക് ഇംഗ്ലീഷിലില്ല എന്നുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക് റീസൺ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, നമ്മൾ നമ്മുടെ മദർ ടങ് അത് എന്ത് തന്നെ ആയിരുന്നോട്ടെ അല്ലേ, വെദർ ഇറ്റ്സ് മലയാളം ഓർ തമിഴ് ഓർ കന്നഡ ഓർ തെലുങ്കു ഏത് തന്നെ ആയിരുന്നാലും ആ ഭാഷ നമ്മൾ ആദ്യമേ, ഒരു കുഞ്ഞ് എങ്ങനെയായിരിക്കും ആ മലയാളം അവൻ ആദ്യമേ അത് കേട്ട് പഠിക്കുകയാണ് അല്ലേ, അതിനുശേഷം അവൻ പറയാൻ ശ്രമിക്കുന്നു, പിന്നീട് എപ്പോഴോ ആണ് അവൻ എഴുതാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ എന്നാൽ ഇൻ കേസ് ഓഫ് ഇംഗ്ലീഷ് നമ്മൾ ആദ്യമേ എന്താ പഠിച്ചത്, എഴുതാനാണ് പഠിക്കുന്നത്. അതായത് ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ നമ്മളവിടെ റൈറ്റിംഗ് ആണ് ആദ്യം ചെയ്യുന്നത്. ഇംഗ്ലീഷ് പഠിച്ച സമയത്ത് നമ്മളെല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ വായിക്കാൻ പഠിക്കുന്നത്, പിന്നീടാണ് നമ്മൾ പറയാനായിട്ട് ശ്രമിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെല്ലാവരിലും ഉണ്ട്. അതായത് മാതൃഭാഷയിൽ നമുക്ക് കൂടുതൽ പ്രാവീണ്യം ഉണ്ടാവുകയും എന്നാൽ ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷ് നമുക്ക് അത്രത്തോളം ഫ്ലുവൻസി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു ബേസിക് റീസൺ ഇതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ പോകുന്നത് എങ്ങനെയാണ് മദർ ടങ്, നമ്മുടെ മദർ ടങ് അതായത് മാതൃഭാഷ ഇംഗ്ലീഷിനെ എങ്ങനെയാണ്, അതായത് ആ ആക്സെൻറ്റിൽ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞത് റീജിയണൽ ആക്സെൻ്റ് ആണ് കേട്ടോ. റീജിയണൽ ആക്സെൻറ്റ്സ് ആണ്. ഓക്കെ, എന്താണ് ഈ റീജിയണൽ ആക്സെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എന്താണ്, വി സ്റ്റാർട്ട് ലേണിംഗ് ഇംഗ്ലീഷ് അല്ലേ. അതായത് ഇതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, വി സ്റ്റാർട്ട് ലേണിംഗ് ഇംഗ്ലീഷ് several years after learning English, several years after we have been using our mother tongue. നമ്മൾ നമ്മുടെ മാതൃഭാഷ യൂസ് ചെയ്ത് കുറേ നാളുകൾക്ക് ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇംഗ്ലീഷ് ഭാഷ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അല്ലേ. അപ്പം നാച്ചുറലി എന്ത് ചെയ്യും, ദ സ്പീച്ച് ഹാബിറ്റ്സ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്, നാച്ചുറലി ദ സ്പീച്ച് ഹാബിറ്റ് അല്ലേ, ദ സ്പീച്ച് ഹാബിറ്റ്സ് ഫോംഡ് in the mother tongue. ഈ മദർ ടങ് ഇൻഫ്ലുവൻസിനെ ഞാൻ MT എന്നങ്ങ് എഴുതുവാണേ. മദർ ടങ് ഇൻഫ്ലുവൻസ് the way we speak English, the way we speak English. നമ്മൾ എന്താ പറഞ്ഞേ, അതായത് നമ്മുടെ മാതൃഭാഷ സംസാരിച്ച് കുറേ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും നമ്മൾ എന്ത് പഠിക്കുന്നത്, ഇംഗ്ലീഷ് എന്ന ഭാഷ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്പീച്ച് ഹാബിറ്റ്സ് അല്ലേ, നമ്മുടെ സ്പീച്ച് ഹാബിറ്റ് ഫോം ചെയ്യുന്നതിൽ എന്ത് കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, മദർ ടങ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദ വേ വി സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്, നമ്മൾ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നതിൽ നമ്മുടെ മാതൃഭാഷയ്ക്ക് ഒരു പരിധി വരെ സ്വാധീനം ചെലുത്താനുള്ള കഴിവുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ഡിഫറൻസ് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇത് എന്തിലേക്ക് നയിക്കുന്നു എന്നാണ് പറയുന്നത്, ദിസ് ഹാസ് റിസൾട്ടഡ് in several regional varieties of spoken English
എന്തിനെ ആശ്രയിച്ചാണ്? ഡിപ്പെൻഡിങ് ഓൺ ദ സ്പീക്കേഴ്സ് മദർ ടങ്സ്. അപ്പോൾ സ്പീക്കേഴ്സിൻ്റെ മദർ ടങ് ഏതാണോ അല്ലേ, അയാളുടെ മാതൃഭാഷ ഏതാണോ അതിനെ ആശ്രയിച്ചിരിക്കും ആ ഒരു എന്ത് ചെയ്യുന്നത്, ചില വെറൈറ്റീസ് അല്ലേ, ആ സ്പോക്കൺ ഇംഗ്ലീഷിൽ ചില റീജിയണൽ ആയിട്ടുള്ള വെറൈറ്റീസ് ഫോം ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലേ. അത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? അത് ഓരോ വ്യക്തിയുടെയും മാതൃഭാഷയെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ റീജിയണൽ ആക്സെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നത് ഒരു വ്യക്തി അയാളുടെ മാതൃഭാഷ സംസാരിച്ച് കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും അയാൾ എന്ത് പഠിക്കാൻ തുടങ്ങുന്നത്? ഇംഗ്ലീഷ് എന്ന ഭാഷ പഠിക്കാൻ തുടങ്ങുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്, അയാളുടെ സ്പീച്ച് ഹാബിറ്റ്സ് അല്ലേ, അതിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് അയാൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്, ഇംഗ്ലീഷ് സംസാരിക്കുന്ന രീതിയെ എന്തിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നു? മദർ ടങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് കഴിയുന്നു അല്ലേ. അപ്പോൾ ഇത് എന്തിലേക്ക് നയിക്കുന്നു എന്നാണ് പറഞ്ഞു? കുറേയധികം റീജിയണൽ ആയിട്ടുള്ള വെറൈറ്റീസ് ഫോം ചെയ്യാനായിട്ട് സഹായിക്കുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയേ, നമുക്കറിയാം മോസ്റ്റ് ഓഫ് ദ ലാംഗ്വേജസ് ഇല്ലേ, നോക്കിയേ ഇൻ മോസ്റ്റ് ഓഫ് ദ ലാംഗ്വേജസ് അല്ലേ, നമുക്കിങ്ങനെ എഴുതാം, ഇൻ മോസ്റ്റ് ഓഫ് അവർ ലാംഗ്വേജസ്, നമ്മുടെ മിക്കവാറും എല്ലാ ഭാഷകളിലും വേർഡ്സ് ആർ സ്പോക്കൺ അല്ലേ, വേർഡ്സ് ആർ സ്പോക്കൺ ആസ് ദേ ആർ റിട്ടൺ. നമുക്കറിയാം നമ്മളുടെ മിക്കവാറും എല്ലാ ഭാഷകളിലും, നമുക്കറിയാവുന്ന എല്ലാ ഭാഷകളിലും നമ്മൾ പറയുന്നത് പോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, എഴുതുന്നതും ഇല്ല. അവിടെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരുന്നില്ല. ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ തത്ത എന്ന് പറയുന്നു, തത്ത എന്ന് തന്നെ എഴുതുന്നു. ഓക്കെ, ഹാവ് യു ഗോട്ട് ഇറ്റ്? അപ്പോൾ ആ അമ്മ എന്ന് പറയുന്നു, അമ്മ എന്ന് തന്നെയാണ് നമ്മൾ എഴുതുന്നത്. അപ്പം മോസ്റ്റ് ഓഫ് ദ ലാംഗ്വേജസ് വേർഡ്സ് ആർ സ്പോക്കൺ ആസ് ദേ ആർ റിട്ടൺ. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഇംഗ്ലീഷ്, പക്ഷേ ഇംഗ്ലീഷിലേക്ക് വരുന്ന സമയത്ത് പ്രൊനൗൺസിയേഷൻ ഡസ് നോട്ട് ക്ലോസ്ലി ഫോളോ സ്പെല്ലിംഗ്. പ്രൊനൗൺസിയേഷൻ എന്ത് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്, സ്പെല്ലിങ്ങുമായിട്ട് ക്ലോസ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, ഫോളോ ചെയ്യുന്നില്ല അല്ലേ. അപ്പോൾ നോക്കിയേ, ബട്ട് ഇൻ ഇംഗ്ലീഷ്, അതാണ് ഏറ്റവും വലിയ ഡിഫറൻസ് ഉണ്ടാവാനുണ്ടായ കാര്യം. ബട്ട് ഇൻ ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ, പ്രൊനൗൺസിയേഷൻ ഡസ് നോട്ട് ക്ലോസ്ലി ഫോളോ സ്പെല്ലിംഗ്. ഓക്കെ, അപ്പോൾ നോക്കിയാൽ പ്രൊനൗൺസിയേഷൻ ഡസ് നോട്ട് ക്ലോസ്ലി ഫോളോ സ്പെല്ലിംഗ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ദിസ് ലീഡ്സ് ടു സെവറൽ ഡിഫിക്കൽട്ടീസ് വൺ വി സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നതിൽ കുറേയധികം ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാക്കും ഇല്ലേ. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് സംസാരിക്കുന്ന പോലെ തന്നെയല്ല, അതായത് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ പോലെ തന്നെയല്ല അതിൻ്റെ സ്പെല്ലിംഗ്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഒരേ സ്പെല്ലിങ് വരുന്ന ഒരേ പ്രൊനൗൺസിയേഷൻ വരികയും ഡിഫറൻറ്റ് സ്പെല്ലിങ് വരുന്നതും ചെയ്യുന്ന വേർഡുകളുണ്ട്. ബർത്ത് ഇല്ല, BIRTH എന്ന വേർഡിനും BERTH എന്ന വേർഡ്, അതായത് BIRTHും BERTHും രണ്ടിൻ്റെയും പ്രൊനൗൺസിയേഷൻ എന്ത് തന്നെയാണ്, ബർത്ത് എന്ന് തന്നെയാണ് നമ്മൾ വായിക്കുക അല്ലേ. പക്ഷേ ഇത് രണ്ടും രണ്ട് മീനിങ് അല്ലേ വരിക. അപ്പോൾ ഇവിടുത്തെ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് ഈ സ്പെല്ലിങ്ങുമായിട്ട് മാച്ചിങ് ആണ്. അതായത് ഈ ബർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വേണേലും ആവാം. അതായത് നമുക്ക് അതിലൊരു കറക്റ്റായിട്ട് ഏത് വേർഡാണ് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പ്രൊനൗൺസിയേഷനിലൂടെ പറ്റില്ല. സ്പെല്ലിങ് കിട്ടിയാൽ മാത്രമേ അറിയാൻ പറ്റൂ അല്ലേ. അപ്പം നോക്കി എന്താ പറഞ്ഞത്, സോ ഈ ഇംഗ്ലീഷിൻ്റെ ഏറ്റവും വലിയ പോരായ്മ അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ അത് നമുക്ക് ഫോളോ ചെയ്യാനുള്ള ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് എന്താണ്, ഈ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഡസ് നോട്ട് ക്ലോസ്ലി ഫോളോ സ്പെല്ലിങ് എന്നുള്ളതാണ് അല്ലേ. അപ്പം നോക്കി, ദിസ് ലീഡ്സ് ടു എന്താണ്, സെവറൽ ഡിഫിക്കൽട്ടീസ് അല്ലേ, സെവറൽ ഡിഫിക്കൽട്ടീസ്. This leads to several difficulties when we speak English. Okay, ഇത്രയും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നോക്കിയേ, ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്കറിയാം, ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ബട്ടർ എന്നൊരു വേർഡ് അല്ലേ, ബട്ടർ. അപ്പം നിങ്ങൾക്കറിയാം ഇംഗ്ലീഷിൽ നമ്മളിത്, അതായത് റിസീവ്ഡ് പ്രൊനൗൺസിയേഷൻ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്താണ്
ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ഈ ഒരു വേർഡ് നമ്മൾ ഉച്ചരിക്കുക, അല്ലെങ്കിൽ ലോകത്തിൽ മുഴുവൻ ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഇംഗ്ലീഷാണല്ലോ ബ്രിട്ടീഷ് ഇംഗ്ലീഷ്. അപ്പോൾ ആ റിസീവ്ഡ് പ്രൊനൗൺസിയേഷനിൽ ഈ ഒരു വേർഡ് നമ്മൾ ഇങ്ങനെയാണ് ഉച്ചരിക്കുക, ബട്ടർ. അതായത് വേർഡ് എൻഡിങ്ങിൽ വരുന്ന ആർ ഉച്ചരിക്കില്ല, ഡബിൾ സ്പെല്ലിങ് വന്നാൽ സിംഗിൾ സൗണ്ട് ആയിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ. അപ്പം നമ്മൾ എ വേർഡ് ലൈക്ക് ബട്ടർ ഈസ് റിട്ടൺ വിത്ത് എ ഡബിൾ ടി. നമ്മൾ ഈ ഡബിൾ ടി എഴുതിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു വേർഡ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് അല്ലേ. ബട്ട് ദർ ഈസ് ഓൺലി 1-2 സൗണ്ട് ഇൻ പ്രൊനൗൺസിയേഷൻ. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ബട്ട എന്നല്ലല്ലോ നമ്മൾ ഉച്ചരിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഡബിൾ സ്പെല്ലിങ് വന്നു എങ്കിൽ, ആ വേർഡിൻ്റെ സ്പെല്ലിങ്ങിൽ ഡബിൾ ലെറ്റേഴ്സ് വന്നു എങ്കിലും ഇവിടെ വരുമ്പോഴത്തേക്കും അവിടെ എന്തേ ഉള്ളൂ, ദർ ഈസ് ഓൺലി 1-2 സൗണ്ട് ഇൻ പ്രൊനൗൺസിയേഷൻ. ഓക്കെ, അപ്പം നമ്മൾ ബട്ട എന്ന് പറയുമ്പോൾ ബട്ട എന്ന് മാത്രമേ ഉള്ളൂ, അവിടെ എന്തില്ല, ഡബിൾ ടിക്ക് പകരം സിംഗിൾ സൗണ്ടാണ്. ഡബിൾ സ്പെല്ലിങ് വന്നു കഴിഞ്ഞാൽ എന്തേ ഉള്ളൂ, സിംഗിൾ സൗണ്ടേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഈ വേർഡ് എൻഡിങ്ങിൽ ആറ് വരുന്നുണ്ടോ ഇവിടെ, ഇല്ല. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഫില്ലിങ് അല്ലേ, ഫില്ലിങ്. അപ്പോൾ ഇതെങ്ങനെ എഴുതുക, ഫില്ലിങ്. അപ്പോൾ ഇവിടെ എന്ത് തന്നെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്, ഡബിൾ എല്ല് വന്നു, ഇവിടെ ഒരു ല് സൗണ്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, എഴുതിയിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഈ കൺസണൻറ്റ് സൗണ്ട്സ് അല്ലേ, അപ്പോൾ ഇവിടെ ഇതെല്ലാം കൺസണൻസ് ആണല്ലോ, ല് ഈ ട് ഇതെല്ലാം കൺസണൻസ് അല്ലേ, നമുക്കറിയാം വ്യഞ്ജനാക്ഷരമാണ്. അപ്പോൾ നോക്കിയേ, കൺസണൻറ്റ് സൗണ്ട്സ് അല്ലേ, കൺസണൻറ്റ് സൗണ്ട്സ് ആർ ജനറലി സ്പീക്കിംഗ് അല്ലേ. കൺസണൻറ്റ് സൗണ്ട്സ് നമ്മൾ സാധാരണയായിട്ട് സംസാരിക്കുന്ന സമയത്ത് ആ ജനറലി സ്പീക്കിംഗ് എന്താണ്, നോട്ട് ഡബിൾഡ് ഇൻ ഇംഗ്ലീഷ്, നോട്ട് ഡബിൾഡ് ഇൻ ഇംഗ്ലീഷ് while it is common in our mother tongue. എന്നാൽ ഈ ഒരു വ്യത്യാസം നമുക്കറിയാം, നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ കൺസണൻറ്റ് സൗണ്ട്സ് ഡബിൾ സ്പെല്ലിങ് വരുന്നത് നമ്മൾ സിംഗിൾ സൗണ്ടേ യൂസ് ചെയ്യാറുള്ളൂ. എന്നാൽ ഈ ഒരു വ്യത്യാസം നമുക്ക് എവിടെ ഇല്ല, വൈൽ ഇറ്റ് ഈസ് കോമൺ. നമ്മൾ സാധാരണയാണ് മാതൃഭാഷ സംസാരിക്കുന്ന സമയത്ത് ബട്ടർ എന്ന് തന്നെയാണ് നമ്മൾ പറയല്ലേ. അവിടെ ടായാണ്, ഫില്ലിങ് ഇല്ലായാണ്, അവിടെ കൂട്ടക്ഷരമാണ് നമ്മൾ പറയാം. അതുപോലെ തന്നെ എന്താണ്, റബ്ബർ ബയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് ആണ് ഈ റീജിയണൽ ആക്സെൻറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ ഇൻഫ്ലുവൻസ് ഓഫ് മദർ ടങ്ങിനകത്ത് നമ്മൾ ഒന്നാമത് പറഞ്ഞ റീജിയണൽ ഏതാണ്, ആക്സെൻറ്റ്സ് ആണ്. ആ റീജിയണൽ ആക്സെൻറ്റ് എങ്ങനെയാണ് അതിൻ്റെ ഉണ്ടായത്, അല്ലെ എങ്ങനെയാണ് അതിൻ്റെ ഇൻഫ്ലുവൻസ്, മദർ ടങ്ങിൻ്റെ ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് നമ്മളിലേക്ക് വരുന്നത് എന്നുള്ളത് ആണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് എഴുതാം കേട്ടോ. അതായത് എന്താണ്, RUBBER ഇതെങ്ങനെ വരത്തുള്ളൂ, റബ അല്ലേ, ഒരു ബ വരുന്നുള്ളൂ, ഡബിൾ സ്പെല്ലിങ്ങിൽ വന്നു, പക്ഷേ ഒരു ബ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫണി, ഫണി, ഡബിൾ ന് ഇവിടെ വന്നു, ഡബിൾ എൻ ഇവിടെ സ്പെല്ലിങ്ങിൽ വന്നു, എന്നാൽ ഒരു ന് എന്ന സൗണ്ട് മാത്രമാണ് എന്തിൽ വന്നിരിക്കുന്നത്, ഇവിടെ വന്നിരിക്കുന്നത്. സോ ദിസ് ഈസ് ദ ബേസിക് ഡിഫറൻസ്. അപ്പോൾ കുറേ അധികം എക്സാമ്പിൾസ്, സില്ലി അല്ലേ, അപ്പോൾ സണ്ണി, ഇങ്ങനെയുള്ള കുറേ എക്സാമ്പിൾസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ദിസ് ഈസ് ദ ഫസ്റ്റ് എന്താണ് പോയിൻ്റ്, ഏതാണ്, റീജിയണൽ ആക്സെൻറ്റ്. അപ്പോൾ റീജിയണൽ ആക്സെൻറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മൾ എന്താ പറഞ്ഞത്, നമ്മുടെ മാതൃഭാഷ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇംഗ്ലീഷ് എന്ന ഭാഷ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത് അല്ലേ, അല്ലെങ്കിൽ ആ ഭാഷ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാളുടെ സ്പീച്ച് ഹാബിറ്റിനെ എന്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അയാൾ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അയാളുടെ മാതൃഭാഷ എന്ത് ചെയ്യുന്നുണ്ട്, അയാളെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അല്ലേ, അയാളുടെ ഇംഗ്ലീഷ് ഭാഷയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് എന്താണ്, മിക്കവാറും എല്ലാ ഭാഷകളും പറയുന്നത് പോലെ തന്നെ എഴുതുമ്പോൾ ഇംഗ്ലീഷിൻ്റെ കേസിൽ വരുന്നത് എന്താണ്, നമ്മൾ ഉച്ചരിക്കുന്ന പോലെ തന്നെയല്ല അതിൻ്റെ സ്പെല്ലിംഗ് എന്ന്. പ്രൊനൗൺസിയേഷൻ എന്ന് പറഞ്ഞാൽ ഡസ് നോട്ട് ക്ലോസ്ലി ഫോളോ സ്പെല്ലിംഗ് ആണ് അവിടെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ എക്സാമ്പിളായിട്ട് ഞാനിതൊക്കെയാണ് എഴുതിയത്, ബട്ടർ അല്ലേ, ഫില്ലിംഗ്, റബ്ബർ, ഫണി, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഓക്കെ,
ഇത് റീജിയണൽ ആക്സെൻറ്റ്സ് ഇൻഫ്ലുവൻസ് ഓഫ് ദ മദർ ടങ്ങിൽ ഒന്നാമത്തെ പോയിൻ്റാണ് റീജിയണൽ ആക്സെൻറ്റ്സ്.